ിലേക്ക് വിശദമായി വയനാട്ടിലെ ആളെക്കൊല്ലിക്കാട്ടാനയ്ക്കായുള്ള തിരച്ചിൽ വിഫലമായി തുടരുന്നു. ഓപ്പറേഷൻ ബേലൂർ മക്ന ദൌത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിലെത്തി. അതിനിടെ ദൌത്യത്തിനായി പ്രത്യേക അധികാരങ്ങളോട് കൂടിയ ഉദ്യോഗസ്ഥരെയും CCF റാങ്കിലുള്ള ഓഫീസറെയും നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. വയനാട് മാനന്തവാടിയിൽ അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടാനുള്ള ശ്രമം ഒരാഴ്ചയോളമായി തുടരുകയാണ്. ഉയർന്നു നിൽക്കുന്ന മുള്ളുപടർന്ന കുറ്റിക്കാടുകളും കൂടെയുള്ള മോഴയാനയുമാണ് ദൗത്യം ദുഷ്കരമാക്കുന്നത്. ഇടതൂർന്ന മരങ്ങൾ മൂലം ഡ്രോൺ പറത്താനാകാതിരുന്നതും പ്രതിസന്ധിയായി. അതിനിടെ ബേലൂർ മഖ്ന ദൗത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള 25-അംഗ വനപാലക സംഘം വയനാട്ടിലെത്തി. നേരത്തെ ബേലൂർ മഖ്നയെ കർണാടകയിൽ പിടികൂടിയപ്പോൾ ദൗത്യസംഘത്തിലുണ്ടായിരുന്നവരാണ് ഇപ്പോൾ വയനാട്ടിലെത്തിയത്. ദൗത്യത്തിനായി CCF റാങ്കിലുള്ള ഓഫീസറെ നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിലും തീരുമാനമായി. പ്രത്യേക അധികാരങ്ങളോടുകൂടിയ ഉദ്യോഗസ്ഥരെയും നിയമിക്കും. വയനാട്ടിൽ നിലവിലുള്ള RRT സംഘത്തോടൊപ്പം 2 പുതിയ RRT ടീമുകളെ നിയമിക്കാനും വയനാട് വനമേഖലയിലെ റിസോർട്ടുകളിൽ രാത്രി DJ പാർട്ടികൾ നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 വയനാട്.